കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലം നഗരത്തിലെ 5 വിശിഷ്ട ശിവക്ഷേത്രങ്ങൾ. കൊല്ലം നഗരത്തിലെ 5 ശിവക്ഷേത്രങ്ങൾക്ക് പഴമക്കാർ കഥകളിയുടെ പ്രാമാണ്യം കൽപ്പിച്ചു വരുന്നു. അവ രാമേശ്വരം, ആനന്ദവല്ലീശ്വരം, ചിറ്റടീശ്വരം, കപാലേശ്വരം, കോതേശ്വരം എന്നിവയാണ്. രാമേശ്വരവും ആനന്ദവല്ലീശ്വരവും ചരിത്രരേഖകളിലുണ്ട്. പടയോട്ടത്തിൽ ഭാഗികമായി നശിച്ചുപോയ 2 ക്ഷേത്രങ്ങളാണ് കപാലേശ്വരം ക്ഷേത്രവും കോതേശ്വരം ക്ഷേത്രവും. ചരിത്രരേഖകളിൽ പ്രധാനമായ രാമേശ്വരം ശിലാശാസനം രാമേശ്വരം ക്ഷേത്രത്തിലാണുള്ളത്. കൊല്ലവർഷം 278 ചിങ്ങം 9 കേരള ചക്രവർത്തിയായ കുലശേഖരനാണ് ശാസനം പുറപ്പെടുവിച്ചത്. ബ്രാഹ്മണരോട് ചെയ്ത തെറ്റിന് പരിഹാരമായി ക്ഷേത്രവകകൾ ദാനം ചെയ്യുന്നതാണ് ഈ ശാസനത്തിലെ വിഷയം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണത്തിലാണ് രാമേശ്വരം ക്ഷേത്രം. കൊല്ലം സിവിൽ സ്റ്റേഷന് സമീപത്തെ ആനന്ദവല്ലീശ്വരം ക്ഷേത്രം ദേവസ്വം ബോർഡ് ഭരണത്തിലുള്ള പ്രമുഖമായ മറ്റൊരു ക്ഷേത്രമാണ്. വേലിത്തമ്പി ദളവയാണ് നാശത്തെ നേരിട്ട ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത്. പടയോട്ടത്തിൽ തകർന്ന് തരിപ്പണമായ ക്ഷേത്രത്തിൽ ദേവിയുടെ പ്രതിഷ്ഠ നടത്തിയ ശേഷം ആനന്ദവല്ലീശ്വരം എന്ന നാമകരണം ചെയ്തതും വേലിത്തമ്പി ദളവയാണെന്ന് പറയപ്പെടുന്നു. പ്രധാന പ്രതിഷ്ഠ ശിവൻ തന്നെയാണ്. ഇന്നത്തെ കൊട്ടാരക്കുളം ഗണപതി ക്ഷേത്രത്തിന് നേരെയുള്ള റോഡിനും മഞ്ചാടിമുക്ക് റോഡിനും കൊല്ലം ആലപ്പുഴ റോഡിലൂടെ കച്ചേരിമുക്ക് ചുറ്റിവരുന്ന 4 റോഡുകൾക്കും നടുവിലുള്ള ഭാഗത്തായിരുന്നു കപാലേശ്വരം ക്ഷേത്രമെന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ ചുമതല തമിഴ് ബ്രാഹ്മണർക്കായിരുന്നു. എഴുപ്പണത്തുകാരായ വ്യാപാരികൾക്ക് ചിറ്റടീശ്വരം ക്ഷേത്രവുമായി പ്രത്യേകം ബന്ധമുണ്ടായിരുന്നു. ക്ഷേത്രം നവീകരിക്കുന്നതിൽ ശിവഭക്തനായ യാഴ്പ്പാണം സ്വദേശി കനകാനന്ദനം പിള്ള ഏറെ ശ്രമം നടത്തിയിരുന്നു. ക്ഷേത്രത്തിന് മുന്നിൽ വിശാലമായൊരു കുളവും ഉണ്ടായിരുന്നു. കുളത്തിൽ ധാരാളം താമര ഉണ്ടായിരുന്നതിനാൽ പ്രദേശത്തിൽ താമരക്കുളമെന്ന പേരുണ്ടായെന്ന് പറയപ്പെടുന്നു. ഇനി മറ്റൊരു ശിവക്ഷേത്രമാണ് കോതേശ്വരം. ഒരു പടയോട്ടത്തിൽ ക്ഷേത്രം തകർക്കപ്പെട്ടതിൻ്റെ തെളിവുകൾ ഇന്നുമുണ്ട്. ബെൻസിഗർ ആശുപത്രിയിലേക്കുള്ള വഴിയുടെ അരികിൽ ദേവസ്വം വക ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്ത് ശിവക്ഷേത്രത്തിൻ്റെ തെളിവായി നന്ദവിഗ്രഹമുണ്ട്. ഒരു ഭാഗം ബീച്ച് റോഡിന് അരികിൽ ചെറിയ ക്ഷേത്രമായും നിൽപ്പുണ്ട്. പൗരാണികമായി പറയപ്പെടുന്ന 5 ശിവക്ഷേത്രങ്ങൾക്കൊപ്പം മണലിൽ ശിവക്ഷേത്രത്തെയും ചേർത്ത് പറയാറുണ്ട്. കുരീപ്പുഴയിലെ മണലിൽ ക്ഷേത്രം തകർക്കപ്പെട്ട കപാലേശ്വരം ക്ഷേത്രത്തിന് പകരം നിർമ്മിച്ചതാണെന്നും കരുതപ്പെടുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.